അബ്രഹാമിന്റെ മരണത്തിൽ കക്കയം ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം തുടരുന്നു. താമരശ്ശേരി ബിഷപ്പ് മാർ റിമിജിയോ സിഞ്ചനാനിയിൽ സമരക്കാരുമായി സംസാരിക്കും. അബ്രഹാമിന്റെ കുടുംബവും 4:30 പ്രതിഷേധത്തിനെത്തും. ഷബീർ ഒമർ വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. ഷബീർ, ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുകയാണ്. എന്താണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ? ഏതാണ്ട് 11 മണിയോട് കൂടിയാണ് ഈ കക്കയം ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 10ഓളം പേർ മാത്രമായിരുന്നു പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ നിരവധി ആളുകൾ, പ്രദേശത്തെ മുഴുവൻ ആളുകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ കക്കയം ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിലെത്തി പ്രതിഷേധിക്കുകയാണ്. പ്രധാനമായും ഇവർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് കൊല്ലപ്പെട്ട കർക്കോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ ധനസഹായം നൽകണം. അത് വേഗത്തിൽ തന്നെ തീർപ്പാക്കണം. ഒപ്പം തന്നെ ഈ കുടുംബത്തിലെ ഒരു അംഗത്തിന് സർക്കാർ ജോലി ഉറപ്പു നൽകണം. അതും പെട്ടെന്ന് തന്നെ തീരുമാനം വേണമെന്ന ആവശ്യമാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാനുള്ള നടപടി ഉണ്ടാകണം. അത് മയക്കുവെടി വെക്കാനുള്ള തീരുമാനമാണ് സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ അതുപോലെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം ഇൻക്വസ്റ്റ് നടപടികളോ പോസ്റ്റ്മോർട്ടത്തിനുള്ള അനുമതിയോ നൽകില്ല എന്നാണ് നാട്ടുകാരുടെയും ഒപ്പം തന്നെ കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ കുടുംബത്തിന്റെയും തീരുമാനം. ആ നിലയ്ക്ക് ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. നിരവധി തവണ 2 തവണ കളക്ടറും ഈ സമരക്കാരുമായി ചർച്ച നടത്തിയിരുന്നു. ഈ പ്രദേശവാസികളും അബ്രഹാമിന്റെ കുടുംബാംഗങ്ങളും അടക്കമുള്ളവർ കളക്ടറുമായി ചർച്ച നടത്തിയിരുന്നു. ഇക്കാര്യങ്ങളിലും തന്നെ ഒരു തീരുമാനമായില്ല. തുടർന്നാണ് പ്രതിഷേധം ശക്തമായത്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ആദ്യഘട്ടത്തിൽ വളരെ കുറഞ്ഞ ആളുകളാണ് കക്കയം ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നത്. പിന്നീട് ഈ പ്രദേശവാസികൾ ഒന്നാകെ ഇവിടേക്ക് എത്തുകയായിരുന്നു. അല്പസമയത്തിനകം തന്നെ താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റിമിജിയോ സിഞ്ചനാനിയിൽ കൂടി ഈ പ്രതിഷേധത്തിലെത്തും, അല്ലെങ്കിൽ ഈ പ്രതിഷേധക്കാരുമായി സംസാരിക്കാൻ ഇവിടെ എത്തും. അതിനുശേഷം തുടർ സമര പരിപാടികൾ, പ്രക്ഷോഭ പരിപാടികൾ പ്രഖ്യാപിക്കുമെന്നുമാണ് നാട്ടുകാർ അറിയിക്കുന്നത്. ഒപ്പം തന്നെ അബ്രഹാമിന്റെ കുടുംബവും, കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ കുടുംബവും ഇവിടേക്ക് എത്തി സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് നാട്ടുകാർ അറിയിക്കുന്നത്. ഏതായാലും അതിശക്തമായ പ്രതിഷേധമാണ് കക്കയം ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ നടക്കുന്നത്. നിരവധി പോലീസുകാരും വലിയ പോലീസ് സന്നാഹം തന്നെ ഇവിടെയുണ്ട്. ഈ സമരം ഏതെങ്കിലും തരത്തിലുള്ള അക്രമാസക്തമാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ സുരക്ഷയൊരുക്കി വൻ പോലീസ് സന്നാഹം തന്നെ നിലയുറപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പ്രദേശവാസികൾ ഒന്നാകെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു. നേരത്തെ സർക്കാർ കഴിഞ്ഞ ദിവസം തന്നെ വനമന്ത്രി അറിയിച്ചത് 10 ലക്ഷം രൂപ ഈ കൊല്ലപ്പെട്ട എബ്രഹാമിന്റെ കുടുംബത്തിന് നൽകുമെന്നായിരുന്നു. എന്നാൽ ഈ 10 ലക്ഷം പോരാ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എബ്രഹാമിന്റെ ബന്ധുക്കളും ഒപ്പം തന്നെ ഈ നാട്ടുകാരും. 50 ലക്ഷം രൂപ ഈ കുടുംബത്തിന് ധനസഹായമായി നൽകണം. അതിൽ വേഗത്തിൽ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം കൂടിയാണ് ഇവർ ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, ഈ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ്, ഈ അക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാനുള്ള നടപടി ഉണ്ടാകണമെന്ന ആവശ്യം കൂടിയാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അബ്രഹാമിന്റെ ഇൻക്വസ്റ്റ് നടപടികളോ പോസ്റ്റ്മോർട്ടം നടപടികളോ ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊന്നും അദ്ദേഹം അതിനുശേഷം പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു പ്രത്യേക സമിതിയെ രൂപീകരിക്കുന്നുണ്ട് എന്ന കാര്യം മാത്രമാണ് പ്രധാനമായും അദ്ദേഹം പറഞ്ഞത്. ഈ വന്യജീവി ആക്രമണം തടയാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ചാണ് മന്ത്രിതല യോഗത്തിൽ ചർച്ചയുണ്ടായതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും എന്ത് നിലപാടായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് ഇവർ പ്രഖ്യാപിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ കക്കയം ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിലാണ് പ്രതിഷേധിക്കുന്നതെങ്കിലും ഈ പ്രതിഷേധം വ്യാപകമാക്കും, മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്ന കാര്യം നേരത്തെ ഇവർ സംസാരിച്ച ചിലർ സൂചിപ്പിച്ചിരുന്നു. ആ നിലയ്ക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. എന്തായാലും അല്പസമയത്തിനകം താമരശ്ശേരി ബിഷപ്പ് മാർ റിമിജിയോ സിഞ്ചനാനിയിൽ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തും. അവർ അത് കഴിഞ്ഞ് സമരക്കാരുമായി ബിഷപ്പ് സംസാരിക്കും. അതിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. എന്ത് തീരുമാനമാണ് അടുത്ത ഘട്ടത്തിൽ സ്വീകരിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിനുശേഷം പ്രഖ്യാപിക്കുമെന്നുമാണ് അറിയിച്ചിട്ടുള്ളത്. അമൃത. ശരി, ഷബീർ ഒമറാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ മരണത്തിൽ കക്കയം ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ പ്രദേശവാസികൾ പ്രതിഷേധിക്കുകയാണ്.